ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുണ്ടാക്കുന്ന കേക്കും കപ്പ് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിപ്ഡ് ഗനാഷിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ചെയ്യുന്ന ഈ റെസിപ്പിയിൽ നമ്മൾ 1:1 റേഷ്യോയിലാണ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റും എടുക്കുന്നത്. 250 ഗ്രാമോളം മിൽക്ക് ചോക്ലേറ്റും 125 ഗ്രാമോളം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള ഗനാഷ് എല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ചെറിയ പീസായിട്ട് ഇവിടെ കട്ട് ചെയ്ത് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1.5 കപ്പോളം ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 1:1 റേഷ്യോയിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. 250 ഗ്രാമോളം ചോക്ലേറ്റ് ആണ് എടുക്കുന്നത് എങ്കിൽ 250 ml ഫ്രഷ് ക്രീം എടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. പാനിലേക്ക് ഒഴിച്ചിട്ടുള്ള നമ്മുടെ ക്രീം ഞാനൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കണ്ട, നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ തന്നെ ഞാനൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്കിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നന്നായി ചൂടായി കിടക്കുന്ന ക്രീമിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം. ക്രീമിൻ്റെ ആ ചൂടിൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരും. കാരണം നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീമിൻ്റെ ചൂടിൽ നല്ലോണം മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം ചൂടുണ്ട് നമ്മളുടെ ഈ ക്രീമിന്. ഇനി അവസാനം നമുക്ക് കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്, അതായത് നമുക്ക് മെൽറ്റായി വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്ക് ചോക്ലേറ്റ് എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരിക്കലും ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യരുത്, ചിലപ്പോൾ അത് ബേൺ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷായിട്ട് എടുക്കുന്നത് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ നമ്മുടെ ക്രീം നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ഗനാഷ് നമ്മൾ തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഈ ഗനാഷ് റൂം ടെമ്പറേച്ചറിൽ തന്നെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഡെക്കറേഷന് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ക്രീമാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ഗനാഷ് ഞാൻ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. നമ്മൾ സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സ്പാച്ചില വെച്ച് നമ്മൾ ക്രീം ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ബീറ്റർ യൂസ് ചെയ്ത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പീഡ് 1-ലിട്ടാണ് ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തണവൊന്ന് വിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക, ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ നന്നായി തണുത്ത് വരും. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ക്രീം സോഫ്റ്റ് ആയിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സ്റ്റിഫാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് രീതിയിലാവുമ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കേക്കിൻ്റെ അകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു ഔട്ടർ കോട്ടിങ് നമ്മൾ കേക്കിന് കൊടുക്കും കേട്ടോ. അതായത് ക്രം കോട്ടിംഗ് എന്ന് പറയും. അതിനൊക്കെ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ക്രീമാണ് യൂസ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ബീറ്റ് ചെയ്യുന്തോറും ഇതിൻ്റെ കളർ കുറച്ചും കൂടി ലൈറ്റർ കളറിലേക്ക് മാറി മാറി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം ഗനാഷ് ഉണ്ടാക്കിയപ്പോൾ നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്യുന്തോറും വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മൾ വിപ്പ് ചെയ്യുന്തോറും അതിൻ്റെ ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. നമ്മൾ ഗനാഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ചില സമയത്ത് കോഫി ഫ്ലേവർ ചേർത്ത് കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ കോഫി പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം യൂസ് ചെയ്യാനായിട്ട്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ വാനില എസൻസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ചോക്ലേറ്റ് എസൻസ് കിട്ടും. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് വിപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പാച്ചിലേയിൽ നിന്ന് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ താഴെ വീഴാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു ക്രീം എങ്ങനെയാണ് കേക്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. റെസിപ്പിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നെ എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.